സാരമില്ലടാ, ഒക്കെ ചെല്ലാവും. നമുക്ക് ആരുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ കള്ളക്കൊതി കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് യാചിക്കുന്നത്, വേറെ വഴിയില്ല. അതുകൊണ്ടാണ്, പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമുണ്ട്? എനിക്കാരാ പിന്നെ ഉള്ളത്? ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ആരുമില്ല. എനിക്ക് എൻ്റെ ചേട്ടായി മാത്രമേ ഉള്ളൂ. എൻ്റെ ചേട്ടായി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ കാത്തോളണേ, എല്ലാരും ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ ചേട്ടായി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടായി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കോടഞ്ചേരി പഞ്ചായത്തിലെ 10ാം വാർഡിൽ മൊയിൽ പുത്തൻ വീട്ടിൽ താമസിക്കുന്ന മോനി അമ്മയുടെ പ്രിയപ്പെട്ട മകനാണ് പ്രിയപ്പെട്ട രാജീവ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ബാധിച്ചുകൊണ്ട് ഇന്ന് വല്ലാത്ത പ്രയാസത്തിലേക്കാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് താലിമാല ചാർത്തി കടന്നു വന്ന, സ്വപ്നങ്ങളുമായി കടന്നു വന്ന ഡാലിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, ആ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ കണ്ടോ, കരള് പകുത്തു നൽകാൻ ഈ പ്രിയപ്പെട്ട ഭാര്യ തയ്യാറായിരിക്കുകയാണ്. കരള് പകുത്തു നൽകാൻ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവന്, തൻ്റെ ജീവന്റെ പാതിക്ക് കരള് പകുത്തു നൽകാൻ ഭാര്യയായ പ്രിയപ്പെട്ട ഡാലിയ ചേച്ചി തയ്യാർ. നിങ്ങൾ വിഷമിക്കല്ലേ, നമ്മളെല്ലാരും രക്ഷിക്കുമെന്നണ്ട. നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോണ്ടേ, പെട്ടെന്ന് അസുഖം മാറണ്ടേ, എല്ലാം മാറും. വേണ്ട, നിങ്ങൾ വിഷമിച്ച പിന്നെ നിങ്ങൾക്ക് എന്തായാലും വന്ന പിന്നെ എനിക്ക് എല്ലാ എസ്റ്റിമേറ്റും മെഡിക്കൽ രേഖകളും എല്ലാം വളരെ കൃത്യമാണ്. വളരെ കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാനും കരള് മാറ്റിവെക്കാനും 30 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സമാഹരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇപ്പം പ്രിയപ്പെട്ട രാജീവ് ഏട്ടന് ശ്വാസതടസ്സമുണ്ട്, വയറ് വീർത്തു വരുന്ന, നീര് ഉയർന്നു വരുന്ന, കുത്തിയെടുക്കേണ്ട സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ, ശാരീരിക മൊത്തമായിട്ടുള്ള പിന്നെ വേദന അനുഭവിക്കുന്ന അവസ്ഥ, അതിലേറെ സങ്കടം. കണ്ണുകളെല്ലാം ഒന്ന് നോക്കി എല്ലാ ആളുകളും, കണ്ണുകളെല്ലാം മഞ്ഞയായി, ശരീരമാകെ മഞ്ഞ ബാധിക്കുന്ന അവസ്ഥ, മൂത്രത്തിലും മഞ്ഞയാണ്, അതുപോലെ മലം പോകുന്ന സമയത്ത് മഞ്ഞയാകുന്ന വല്ലാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞങ്ങളെ യാചിക്കുന്നത്. ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ എൻ്റെ ചേട്ടനെ എനിക്ക് നഷ്ടപ്പെടുത്തിയെടുക്കണം. ഞങ്ങളെ സഹായിക്കണം എല്ലാവരും. നിങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ചേട്ടനെ, പഴയ ചേട്ടനെ എനിക്ക് വേണം. എനിക്ക് സഹായിക്കണം. നാട്ടുകാരോട് ഞാൻ യാചിക്കുകയാണ്. ഞങ്ങൾക്ക് പൈസയാണ്, ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞാൻ ഓട്ടിച്ചാണ് എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റുന്നത്. എനിക്ക് 3 കുഞ്ഞു മക്കളാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ ചേട്ടനെ എങ്ങനെയും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കണം. അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നാട്ടുകാർ എൻ്റെ ചേട്ടനെ രക്ഷിക്കണേ. ഒന്നും എനിക്ക് വിൽക്കാനും പറക്കാനുമില്ല. അങ്ങനെ ഇത്രയൊക്കെ ആകേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സ്വത്തുമില്ല, മുതലും ഒന്നുമില്ല. എന്നാലും എൻ്റെ മോൻ ഇങ്ങനെ ഒരു രോഗമാവുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തല്ല. സഹായിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കോടഞ്ചേരി ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളോളം ആയതാണ്. എന്നാൽ ഇങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. പ്രിയപ്പെട്ടവരെ, ആയ കാലത്ത് ഈ അമ്മ മകനെ നോക്കിയിട്ടുണ്ട്. ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ അമ്മമാരാണെങ്കിൽ ഇങ്ങനെ വീഡിയോക്ക് മുമ്പിൽ തൻ്റെ മകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ കൈനീട്ടേണ്ടി വരുന്ന ഒരമ്മയുടെ ഗതികേടെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ഇത് മലയോര പ്രദേശമാണ്, പാവപ്പെട്ടവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ
ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് പങ്കുവെക്കില്ലായിരുന്നു. കണക്കിന് അമ്മമാരും ജനങ്ങളും പൊതുപ്രവർത്തകന്മാരും ഇവിടുത്തെ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അപേക്ഷയായി കൈകൂപ്പിക്കൊണ്ട് യാചിച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചിട്ടുള്ളത്. നിവൃത്തിയുമില്ലാത്ത ഈ തൊഴിലുറപ്പിന് പോകുന്ന ഈ അമ്മച്ചിയുടെ കുടുംബത്തെ എല്ലാ വിധത്തിലും നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കും. ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്, ജനകീയ കമ്മിറ്റിയുടെ കൺവീനറാണ് ഷിബു പുതിയടത്തെന്ന ഞാൻ. ഈ രാജീവ് കോടഞ്ചേരി പട്ടണത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും കോടഞ്ചേരി സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവറുമായിരുന്നു. എത്തിച്ചുകൊണ്ട് രാജീവിന് ഡാലിയും, ഡാലിക്ക് രാജീവും മാത്രമേ, ഇവർക്ക് കുട്ടികൾ പോലും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് നാടൊരുമിച്ച് നമ്മളാൽ കഴിയുന്ന ഒരു സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായ രാജീവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം രക്ഷിക്കണം. അവർക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ അവരെ നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പ്രദേശത്തുള്ള, നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനുവേണ്ടി അപ്പോൾ ഞങ്ങളൊക്കെ മോനിയമ്മച്ചിന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള എന്താണെന്ന് വെച്ചാൽ ആ സഹായം ചെയ്തു കൊടുക്കുക. മോനിയമ്മയ്ക്ക് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് 2 മക്കളോടും കൂടി ഞാൻ കാണുന്ന കാലം തൊട്ട് ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയതാണ് 2 ആൺമക്കളെ. ഈ അമ്മച്ചിയുടെ വിഷമം കണ്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ആ അമ്മച്ചിയുടെ കുടുംബത്തിന് എല്ലാവരും കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന്. ഞങ്ങളോടൊപ്പം സ്റ്റാൻഡിൽ പണിയെടുത്ത് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. ഈ സഹോദരനെ രക്ഷിക്കേണ്ട ആവശ്യം ഈ നാട്ടിലുള്ള ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ കോടഞ്ചേരി മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. നിങ്ങളാലാവുന്ന എല്ലാവരും ഈ എൻ്റെ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും, മഹല്ല് കമ്മിറ്റി ആയിക്കോട്ടെ, ആരൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്ത്. എത്ര സ്നേഹം നിറഞ്ഞവരെ, ഞാൻ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ CDC ചെയർപേഴ്സണാണ്. ഞങ്ങളുടെ വാർഡ് 10ാം വാർഡിൻ്റെ ഐശ്വര്യ കുടുംബശ്രീ അംഗമായ ഡാലിയയുടെ ഭർത്താവാണ് ഇപ്പോൾ സുഖമില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണുന്നത്. അവർക്ക് വേണ്ട വെച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പർ കോടഞ്ചേരി ബ്രാഞ്ച് ഫെഡറൽ ബാങ്ക് സിസിലി എന്ന പേരിലാണ് അക്കൗണ്ട് നമ്പർ വെച്ചിട്ടുള്ളത്. ഗൂഗിൾ പേ നമ്പർ രാജീവിൻ്റെ പേരിലാണ്. പ്രിയപ്പെട്ടവർ സഹായിക്കണേ.